പാകിസ്ഥാൻ ഇപ്പോൾ വലിയ ഭയത്തിലാണ്. കാരണം ഓരോ ദിവസവും പാകിസ്ഥാനിൽ ഓരോ ഭീകരനും അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെടുകയാണ്. ഈ ഭീകരന്മാർ കൊല്ലപ്പെടുന്നത് ചെറിയ ഭീകരന്മാരൊന്നുമല്ല. ലഷ്കർ ഇ തോയ്ബയുടെയൊക്കെ കമാൻഡർമാര്, ഹിസ്ബുൾ മുജാഹിദീന്റെയൊക്കെ വലിയ വലിയ കമാൻഡർമാരാണ് കൊല്ലപ്പെടുന്നത്. കൂടാതെ ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസറിന്റെ മൂത്ത സഹോദരനെ വരെ അജ്ഞാതർ തട്ടിക്കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഭീകര സംഘടനകളുടെ തലപ്പത്തിരിക്കുന്നവർക്ക് പേടിയുണ്ടാകും. കാരണം ഈ അജ്ഞാതർ ലക്ഷ്യമിടുന്നത് അല്ലെങ്കിൽ നോട്ടമിടുന്നത് ഈ ചെറിയ മീനുകളെ ഒന്നുമല്ല, ഭീകര സംഘടനകളിലെ വലിയ തിമിംഗലത്തെയാണ് ഈ അജ്ഞാതർ നോട്ടമിടുന്നത്. ആ ഭീകര സംഘടനയുടെ ഒരു കമാൻഡറുടെ നേർക്ക് തോക്ക് ചൂണ്ടിയാൽ അവൻ പിന്നെ ജീവിക്കില്ല. ഒരു കാരണവശാലും ആശുപത്രിയിൽ പോയാൽ പോലും ജീവൻ ഉണ്ടാവരുത് എന്ന് വെടിവെച്ച് അവൻ മരിച്ചു എന്ന് ഉറപ്പാക്കുന്ന തരത്തിലാണ് വെടിവെക്കുന്നത്. അതായത് ഒന്നേ പോയിന്റ് ബ്ലാങ്കിൽ നെറ്റിയിലോ അല്ലെങ്കിൽ തലച്ചോറിലേക്ക് വെടിയുണ്ട തറച്ചു കയറുന്ന രീതിയിലേക്കായിരിക്കും ഈ അജ്ഞാതരുടെ വെടിവെപ്പ് നടത്തുന്നത്. ഇന്ത്യയുടെ റോയാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമായി തന്നെ പാകിസ്ഥാനും അറിയാം, പാകിസ്ഥാനിലെ സൈനിക മേധാവിക്കും അറിയാം, പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിക്കും അറിയാം, ISIക്കും അറിയാം. പക്ഷേ തെളിവ് ഇല്ല. ഇന്ത്യയുടെ മുന്നിലേക്ക് വന്നുകൊണ്ട് നിങ്ങളാണ് നമ്മുടെ ഈ ഭീകര സംഘടനയുടെ ഓരോരുത്തരെയും വെടിവെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഭ്യന്തര മന്ത്രാലയവും പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ മറ്റ് ഏജൻസികളുമൊക്കെ, ഇന്ത്യയുടെ ഏജൻസികളൊക്കെ തെളിവ് എവിടെ എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ തെളിവ് കൊണ്ടുവന്നിട്ട് സംസാരിക്കൂ എന്നായിരിക്കും ഇന്ത്യ പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യക്ക് നേർക്ക് ഒരു ആരോപണം ഉന്നയിക്കാൻ പോലും പറ്റുന്നില്ല. ഇനി അനാവശ്യമായി ഇന്ത്യക്ക് നേർക്ക് ഒരു ആരോപണം ഉന്നയിച്ചാൽ ഇന്ത്യ വല്ല ബ്രഹ്മോസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആയുധം എടുത്ത് പാകിസ്ഥാന്റെ മണ്ടക്കെടുത്തിട്ട് പ്രയോഗിക്കും. അതോടെ പാകിസ്ഥാൻ വെറും ഒരു അരിപ്പൊടിയുടെ രീതിയിലേക്ക് പാകിസ്ഥാൻ പോവും. അതുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ ഒരു അക്ഷരം പോലും മിണ്ടാതെ പാകിസ്ഥാൻ ഇരിക്കുന്നത്. നിലവിൽ ലഷ്കർ ഇ തോയ്ബയുടെ തലവനും പുൽവാമ ആക്രമണത്തിന്റെ സൂത്രധാരനുമായ ഭീകര കമാൻഡർ ഹംസ ബുർഹാനെ ഇസ്ലാമാബാദിൽ കഴിഞ്ഞ ദിവസമാണ് അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. നിലവിലത്തെ ചിത്രങ്ങളിൽ പുറത്തുവരുന്ന ചിത്രങ്ങൾ പറയുന്നത് ഹംസ ബുർഹാന്റെ സംസ്കാര ചടങ്ങിൽ ഹിസ്ബുൾ മുജാഹിദിന്റെ തലവൻ സയ്യിദ് സലാഹുദ്ദീൻ, അൽ ബദർ മേധാവി ഖബത് സമീൻ എന്നിവരുൾപ്പെടെ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള നിരവധി ഉന്നത തീവ്രവാദ സംഘടനകൾ പങ്കെടുത്തിരിക്കുന്നു, അതിലെ മേധാവികൾ പങ്കെടുത്തിരിക്കുന്നു എന്ന ചിത്രമാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. പാക് അധിനിവേശ കാശ്മീരിൽ അജ്ഞാതരായ തോക്കുധാരികളുടെ വെടിയേറ്റ് മരിച്ചതിന്റെ പിറ്റേന്ന് അർജുമദ് ഗുൽസാർ ധാർ എന്നും ഡോക്ടർ എന്ന രഹസ്യ നാമത്തിലും അറിയപ്പെടുന്ന ഹംസ ബുർഹാനിയുടെ മൃതദേഹമാണ് ഇസ്ലാമാബാദിൽ സംസ്കരിച്ചിരിക്കുന്നത്. മുതിർന്ന തീവ്രവാദ പ്രവർത്തകർക്ക് പുറമെ പാകിസ്ഥാൻ ISIയുമായും ബന്ധമുള്ള ഉദ്യോഗസ്ഥരും ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തതായി പാകിസ്ഥാൻ മാധ്യമങ്ങൾ പുറത്തുവിട്ട ചിത്രങ്ങളിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. പാകിസ്ഥാനിലും അതോടൊപ്പം തന്നെ പാക് അധിനിവേശ കാശ്മീരിലും അടുത്തിടെ ഉണ്ടായ ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ അജ്ഞാതരായ ആക്രമികളുടെ ആക്രമണ സാധ്യതയെക്കുറിച്ചുള്ള ഭയവും അതോടൊപ്പം തന്നെ വിപുലമായ സുരക്ഷാ സാന്നിധ്യങ്ങൾ ഓരോ ഗ്രൂപ്പും ഏർപ്പെടുത്തുന്നുണ്ട്. 2019 ഫെബ്രുവരിയിൽ 40-ലധികം സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ മരണത്തിനിടയാക്കിയ 2019 പുൽവാമ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരന്മാരിൽ ഒരാളാണ് ബുർഹാൻ. പാകിസ്ഥാനിൽ നിന്നുമാണ് ഇയാൾ ഓപ്പറേറ്റ് ചെയ്തത്. ജമ്മു കാശ്മീരിലെ പുൽവാമ ജില്ലയിലെ രക്തൻപോറിൽ താമസിക്കുന്ന ബുർഹാൻ പിന്നീട് സാധുവായ രേഖകൾ ഉപയോഗിച്ച് പാകിസ്ഥാനിലേക്ക് കടന്ന് അൽ ബദർ ഭീകര സംഘടനയിൽ ചേർന്നു. കൂടാതെ ജമ്മു കാശ്മീരിലെ ഒന്നിലധികം ഭീകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന് 2022 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അദ്ദേഹത്തെ തീവ്രവാദിയായി പ്രഖ്യാപിച്ചു. യുവാക്കൾക്ക് തീവ്രവാദത്തിലേക്ക് ആകർഷിക്കുന്നതിലും പ്രവർത്തകരെ റിക്രൂട്ട് ചെയ്യുന്നതിലും പാകിസ്ഥാനിൽ നിന്ന് അൽ ബദറിന്റെ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്നതിലും ബുർഹാൻ പ്രധാന പങ്ക് വഹിച്ചതായി ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. സമീപ വർഷങ്ങളിൽ പാക് അധിനിവേശ കാശ്മീരിൽ ഒളിവിൽ താമസിച്ച് അധ്യാപകനായി ജോലി ചെയ്തു വരികയായിരുന്നു. ഇസ്ലാമാബാദിൽ നിന്ന് 135 കിലോമീറ്റർ അകലെയുള്ള മുസാഫറാബാദിലെ ഒരു സ്വകാര്യ കോളേജിന്റെ പ്രിൻസിപ്പാളായി സേവനം അനുഷ്ഠിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. വ്യാഴാഴ്ച രാവിലെ കോളേജ് പരിസരത്ത് നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ബുർഹാൻ ആക്രമിക്കപ്പെട്ടതെന്ന് ലോക്കൽ പോലീസും പറയുകയാണ്. അജ്ഞാതരായ തോക്കുധാരികൾ വളരെ അടുത്ത് നിന്ന് വെടിവെക്കുകയായിരുന്നുവെന്നും തലയിൽ നിരവധി തവണ വെടിവെക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പാക് അധിനിവേശ കാശ്മീരിൽ നിഗൂഢമായി ഇല്ലാതാക്കപ്പെടുന്ന നിയുക്ത തീവ്രവാദികളുടെയും തീവ്രവാദി പ്രവർത്തകരുടെയും പട്ടികയിൽ ബുർഹാന്റെ കൊലപാതകം കൂടി അജ്ഞാതർ എഴുതി ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി അടുത്ത ആള് ആര് എന്ന് ഈ ആഴ്ച തന്നെ നമുക്ക് അറിയാം. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് മാധ്യമങ്ങൾ.